പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒരു ഭാഗത്ത് പോലും പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെട്ടിരുന്നില്ല. പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഉറിയിലെയും പത്താംകോട്ടിലെയും ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറി 27 പേരെ കൊല്ലുന്ന കാര്യം അവൻ ഒരിക്കലും ചെയ്യില്ല. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ചെയ്ത ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ആ ഭീകരവാദികൾക്ക് ഒരു കാരണവശാലും പാകിസ്ഥാന്റെ സേനയും പാകിസ്ഥാന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നും ആദരാഞ്ജലികൾ അർപ്പിക്കാനോ ആദരവർപ്പിക്കാനോ അവരാരും പോകില്ല. ഇനി അങ്ങനെ പോയതിനു ശേഷം നിരന്തരം അവർ ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് പ്രത്യേകിച്ച് ബഹുമാനമോ ഭയമോ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇന്ത്യയുടെ കടുത്ത ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയ പാകിസ്ഥാൻ ഇത് പേടിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ നട്ടുച്ച നേരം വരെയും അവൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തില്ല. ഉച്ചവരെ തുടർച്ചയായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാകിസ്ഥാൻ 3:45 വിളിച്ചിട്ട് ഞങ്ങളിത് നിർത്തുകയാണ് എന്ന് ഭയന്നിട്ടല്ല പറഞ്ഞതെങ്കിൽ മറ്റൊരാളുടെ ഇടപെടലാണ് ഉണ്ടായതെങ്കിൽ ആ ഇടപെടൽ എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ലോക ശക്തികളാകാൻ ആഗ്രഹിക്കുന്ന, ലോക പോലീസ് ആവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ലോക പോലീസ് എന്ന് സ്വയം നടിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയുടെ ഒരു ഫൈറ്റർ ജെറ്റ് വിമാനം ഇന്ത്യ അടിച്ചിട്ടു. അമേരിക്ക മുൻകാലങ്ങളിൽ പിന്തുണ കൊടുത്തിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷത്തെ മുതലെടുത്തുകൊണ്ട് ആയുധ വ്യാപാരം നടത്തി ലോകരാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ എന്തോ കേമന്മാരാണെന്ന് കാണിക്കുന്ന ഈ അമേരിക്ക നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ രീതിയിൽ ഇന്ത്യ അടിച്ചാൽ ഒരാഴ്ച കൊണ്ട് പാകിസ്ഥാൻ ഇല്ലാതാകുമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക കൃത്യമായിട്ട് നടത്തിയ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അവന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു. അമേരിക്കയുടെ സെക്രട്ടറി നമ്മുടെ പാകിസ്ഥാന്റെ സേനാ നായകനോട് സംസാരിക്കുകയും ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി മന്ത്രിയോട് സംസാരിക്കുകയും ചെയ്തതിന്റെ വിഷ്വൽസ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പുറത്തു വരികയും ചെയ്തതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായി ലോകത്തോട് പറയുന്നു, ഇത് ഞങ്ങൾ മുൻകൈയെടുത്ത് ഞാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു സാമാന്യ മര്യാദയോ സാമാന്യ ബോധമോ ആത്മാഭിമാനമോ 7 അയലത്തുകൂടി പോയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആയിരുന്നുണ്ടെങ്കിൽ എന്നൊരക്ഷരം പ്രതികരിക്കുന്നതായിരുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഡൽഹിയിൽ പോയി സേനാനായകനൊന്നും ആവണമെന്നുമില്ല. നമ്മുടെ കൂടെ നടക്കുന്ന ഒരുത്തനെ മറ്റൊരുവൻ അടിച്ചാൽ ആ കൂടെ നിൽക്കുന്ന ഒരുവനെ സംരക്ഷിക്കാൻ ബോധമുള്ള ഒരു സാധാ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയോ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു RSSന്റെ മുഖ്യ ശിക്ഷകനോ ആയിരിക്കുന്നവന് ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഒപ്പം നടക്കുന്നവനെ അടിച്ചാൽ അവൻ പ്രതികരിച്ചിരിക്കും. അത് മറ്റൊരുത്തൻ ഇടപെട്ടാലും അവന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി അവൻ ഏതറ്റം വരെയും പോയി അത് സംരക്ഷിച്ചെന്നിരിക്കും. അവിടെയാണ് അമേരിക്ക പറയുകയാണ്, അമേരിക്കയുടെ പ്രസിഡന്റ് പറയുകയാണ്, ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഞാൻ ഇടപെട്ട് അവസാനിപ്പിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ ഇനി അങ്ങനെ ഒരു കാര്യം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാലും അഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? ഞങ്ങൾ അങ്ങോട്ട് അടിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. പാകിസ്ഥാന് വേണമെങ്കിൽ നിർത്താം. പാകിസ്ഥാനാണല്ലോ നിരന്തരം ഇങ്ങോട്ട് അടിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കാം, ഞങ്ങൾ നോക്കട്ടെ. നീയൊക്കെ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ നോക്കും. ഞങ്ങളുടെ ഈ രാജ്യത്തെ പൗരനോ ഞങ്ങളുടെ ഈ രാജ്യത്തെ മണ്ണിനോ എന്തെങ്കിലും കോട്ടം നിന്നിലൂടെ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും. ഞങ്ങളായിട്ട് നിന്നെ അടിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നീ എന്ത് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ ആലോചിച്ചിട്ട് മറുപടി പറയും എന്ന് പറയുകയല്ലേ ഒരു സാമാന്യ ബോധമുള്ള ഏതൊരു ഭരണാധികാരിയും ചെയ്യേണ്ടത്? അതോ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വിദേശകാര്യ സെക്രട്ടറിയെ വിട്ടിട്ട് ഞങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു, എന്നിട്ട് ഇതിന് മൂന്നാമതൊരു കക്ഷിയും ഇടപെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് നിർത്തിയത്? നിങ്ങളത് പറ. ഇന്ത്യ എന്ത് ചെയ്തിട്ടാണ് നിർത്തിയെന്ന് പറ. അതൊന്ന് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ, ഞാൻ ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ ജനത്തിനോട് പറ. ഇന്നലെ വരെയും പാകിസ്ഥാനെ മറിക്കും തൊലിക്കുമെന്ന് പറഞ്ഞ് നടന്ന ഈ പാവം പിടിച്ച ദേശഭക്തരെ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഖ്യകളോടും നിങ്ങൾ പറ. എന്താണ് ഈ പാകിസ്ഥാൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഈ വെടിനിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയോട് പറയാൻ ഇന്ത്യ ചെയ്ത കാര്യം? ഇന്ത്യ അവനെ ഏത് രീതിയിലാണ് പേടിപ്പിച്ചത്? ഇന്ത്യ ഇവിടുത്തെ ജലം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നയതന്ത്രപരമായ തീരുമാനം എടുത്തു. അവൻ പേടിച്ചോ? അവൻ പൂട പേടിച്ചു. ഇവിടെ ഒരു പൂടയും പേടിച്ചു. ഇന്ത്യ IMFനോട് പോയി പറഞ്ഞു അവന് 10 പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു. എവിടെ കൊടുക്കാതിരുന്നോ? പിറ്റേന്ന് കൊടുത്തു 10,000 കോടി രൂപ. വെറുതെ കിടന്ന് ഇല്ലാത്ത ഗീർവാണവും ഇല്ലാത്ത അഭിമാനവും പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതുണ്ടാക്കി എടുക്കാമായിരുന്നു. ഈ രാജ്യത്തിന് അത് ഉണ്ടാവുമായിരുന്നു. ഒരാഴ്ച കൊണ്ടോ 10 ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്.
ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ തമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല, സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ്. അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത്. അമേരിക്ക പറയുന്നതും കേട്ട് വലിഞ്ഞു കളഞ്ഞത്. ഒരാത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൗരനും പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് ഇനി എന്തിനാണ് പറയാ? ഇപ്പം ഈ കുറെ ന്യായവാദികൾ പറയും നമ്മുടെ രാജ്യത്ത് യുദ്ധമൊന്നും ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ രാജ്യത്തെ ജനതയെ നമ്മൾ സംരക്ഷിക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനവികതയും മാനുഷ്യ സ്നേഹവും ഒക്കെ വിളമ്പിക്കൊണ്ട് മറ്റേ കമ്മ്യൂണിസ്റ്റുകാരെ കാട്ടിയും വലിയ പുരോഗമനവാദം പറഞ്ഞുകൊണ്ട് ഇപ്പൊ സംഘികൾ ഇറങ്ങും. നാണമുണ്ടോടാന്ന് മാത്രമേ നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇന്ത്യയുടെ ഒരു രാജ്യത്തിന്റെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് വീരശിവജി. ആ മനുഷ്യൻ എന്താണ് സ്വന്തം നാടിന് വേണ്ടിയിട്ടും സ്വന്തം പ്രജകൾക്ക് വേണ്ടിയിട്ടും ചെയ്ത് എന്താണെന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഏതൊരു ഭരണാധികാരിയും അയാളുടെ കാലശേഷം ഈ ലോകം ഓർമ്മിക്കപ്പെടുന്നത് അയാളുടെ പോരാട്ട വീര്യം കൊണ്ടാണ്, അയാളുടെ നിലപാടുകൾ കൊണ്ടാണ്. അല്ലാതെ വല്ലവനും പറയുന്ന കേട്ട് പഞ്ചമുച്ചമടക്കി ഓശാന പാടി ഒരു രാജ്യത്തിന്റെ അഭിമാനം ഇല്ലാതാക്കുമ്പോഴല്ല. ഇവിടെ 10 ദിവസം യുദ്ധം ചെയ്ത ഇന്ത്യയുടെ വാർഷിക ബഡ്ജറ്റ്, ഡിഫൻസിന്റെ വാർഷിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് 6.8 ലക്ഷം, ഏറ്റവും കൂടി ഉയർത്തിയേക്കുന്ന തുകയാണ്. നേരത്തെ 6.21 ഇപ്പൊ 6.8 ലക്ഷം കോടി രൂപയാണ്. 10 ദിവസം യുദ്ധം ചെയ്താലോ 1 മാസം യുദ്ധം ചെയ്താലോ ഒന്നും ഇന്ത്യ പോലൊരു രാജ്യം ഒരു കാരണവശാലും തകരത്തില്ല. ഇന്ത്യയിലെ പറയത്തക്ക യാതൊരു പ്രശ്നങ്ങളും 1 മാസം കൊണ്ടുണ്ടാവത്തില്ല. പക്ഷേ പാകിസ്ഥാൻ പോലെ ഇപ്പോ ഇത്രയും ദുർബലമായ ഒരു രാജ്യത്തെ, ആഭ്യന്തര കലാപം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന രാജ്യത്തെ, ബലൂചിസ്ഥാന്റെ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു രാജ്യത്തെ, സ്വന്തം ഭരണാധികാരികൾ തമ്മിൽ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ, ലോകരാജ്യങ്ങളുടെ ഒന്നും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് അലയുന്ന ഒരു ഭീകരവാദ രാഷ്ട്രത്തെ ഒതുക്കാൻ കിട്ടിയ ഏറ്റവും മികച്ച സുവർണ അവസരം ഈ നിമിഷം. അത് മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇവിടെ പത്രമാധ്യമങ്ങളിലിരുന്ന വാനോളം പുകഴ്ത്തുന്ന മറ്റൊരു രസകരമായ കാര്യമാണ്, നമ്മൾ നമ്മുടെ ജെറ്റും കൊണ്ടുപോയിട്ട് ഇസ്ലാമാബാദിൽ അടിച്ചു, നമ്മൾ സാമാനം കൊണ്ടുപോയിട്ട് നമ്മളെ കറാച്ചിയുടെ അടുത്തടിച്ചു, നമ്മൾ സിയാൽകോട്ടിൽ അടിച്ചു, നമ്മൾ മറ്റേടത്തടിച്ചു, മറിച്ചിടത്തടിച്ചു. നമ്മൾ ഇതെല്ലാം പൊക്കിയെടുത്ത് പലയിടത്തും കൊണ്ട് നടന്ന് അടിക്കുമ്പോൾ ആ മലയുടെ മണ്ടക്കിരുന്ന് താപ്പോട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുന്ന കുറെ ദണ്ഡികളുണ്ടല്ലോ പാകിസ്ഥാന്റെ, അവന്റെ ശല്യം കാരണമാണല്ലോ ഇവിടെ ഇത്രയും ശല്യങ്ങൾ വന്ന് വീണോണ്ടിരിക്കുന്നത്. എടാ, ഒരു സാമാനം കൊണ്ടുപോയി ഈ മണ്ടക്കിരിക്കുന്നവനെ ആദ്യം അടിച്ചിട്ട് നീ പിന്നെ അവന്റെ ഭക്ഷണത്തോട്ട് കയറി ചെല്ല്. ഒരു കോമൺ സെൻസ് ഉള്ളവരുത്താണ്. ഇതിന് ഞാൻ പോയിട്ട് ഇനി സൈനിക മേധാവി ആവണമെന്നുണ്ടോ? ഒരു കോമൺ സെൻസ് ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാൻ കൊട്ടാരക്കരയിൽ ഇരിക്കുന്ന ഞാൻ കൊല്ലം പട്ടണത്തിലും ആലപ്പുഴയിലും പോയി അടിക്കാതെ കൊട്ടാരക്കരയുടെ തൊട്ടപ്പുറത്ത് എഴുകോടുന്ന് വരുന്ന ആദ്യ തടിയല്ലേ നമ്മൾ അടിക്കണ്ടേ എന്ന് പറയുന്ന കണക്ക് ഇന്ത്യയുടെ തൊട്ടുമുകളിൽ നിന്നുകൊണ്ട് അവൻ നിരന്തരം നമ്മളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അവനെ അടിച്ചില്ലാതാക്കിയിട്ട് സൈന്യത്തിനോട് പറ നമ്മൾ അവിടെ നിൽക്കാൻ പറ. അവിടെ കയറി ഇവൻ എന്തോ ചെയ്യുമെന്നാണ് ഈ പാകിസ്ഥാൻ നമ്മൾ എന്തോ ചെയ്യുമെന്നായിരുന്നു. നമ്മൾ ആരെയാണ് ഭയപ്പെട്ടത്? പാകിസ്ഥാനാണ് നമ്മൾ ഭയപ്പെട്ടത്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുത്ത കാര്യത്തിൽ വൻ പരാജയമായിരുന്നു എന്ന് യാഥാർത്ഥ്യം അംഗീകരിക്കുക. ഇനി എല്ലാം കഴിഞ്ഞ് അപ്പൊ ഞാൻ ഇനി അന്ന നമ്പിയെ ഫുള്ള് കേൾക്കണമെന്നില്ല. ഈ അവസാന ഭാഗം മാത്രം കൂടെ ഒന്ന് ഈ പുള്ളിക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക. ഇത്രയും ഭാഗം കൂടെ കട്ട് ചെയ്തിട്ട് നമ്മളൊരു ധാരണ എത്തിയെന്ന് പറയാം. അതായത് വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞാൽ ഒരു കരാറാണല്ലോ. ആ കരാറിന് ഇന്ത്യയുടെ ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കുമല്ലോ. കാര്യം ഡിമാൻഡ് വെക്കാൻ ഏറ്റവും അർഹതയുള്ള രാജ്യം ഇന്ത്യയാണല്ലോ. ഇന്ത്യയുടെ പൗരന്മാരെയാണല്ലോ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്ത്യയുടെ സാധാരണക്കാർക്ക് നേർക്കാണല്ലോ അവൻ വീണ്ടും ആക്രമണം ഉന്നയിച്ചത്, തുനിഞ്ഞത്. ഇന്ത്യയുടെ മണ്ണിലാണല്ലോ അവൻ കൊണ്ട് മിസൈലും ബോംബും ഒക്കെ ഇട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു ഡിമാൻഡ് വെക്കാം. കുറഞ്ഞ പക്ഷം ഈ 27 പാവങ്ങളെ കൊന്ന 4 പേരും പാകിസ്ഥാനിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിട്ടുകിട്ടിയാൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാം.